Hi all, welcome back to my channel Microbiology Noormicrotech. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലിപ്പോപ്രോട്ടീൻസ്. ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബയോകെമിക്കൽ അസംബ്ലി ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ബൗണ്ട് ടു പ്രോട്ടീൻ വിച്ച് allow fats to move through the water inside and outside the cells. അതായത് ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ബയോകെമിക്കൽ ആയിട്ടുള്ള ഒരു അസംബ്ലിയാണ്. അതിൽ പ്രോട്ടീൻസും ഉണ്ടായിരിക്കും, ലിപ്പിഡ്സ് ഉണ്ടായിരിക്കും. ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരെന്താ ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ത്രൂ വാട്ടർ സെല്ലിൻ്റെ ഇൻസൈഡിലും ഔട്ട്സൈഡിലും. ഈ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് absorbed from the diet and synthesized by the liver and adipose tissue must be transported between various cells and organs for utilization and storage. അതായത് നമ്മുടെ ബോഡിയിൽ ഡയറ്റിൽ നിന്നും അതുപോലെ തന്നെ ലിവർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ ഒക്കെ സിന്തസൈസ് ചെയ്തിട്ടുമായിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം ബിറ്റ്വീൻ വേരിയസ് ആയിട്ടുള്ള സെൽസിലൂടെയും ഓർഗൻസിലൂടെയൊക്കെ ഫോർ അതിൻ്റെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു നോൺ പോളാർ ആയിട്ടുള്ള ഒരു കോർ ഉണ്ടായിരിക്കും. സിംഗിൾ സർഫസ് ലെയർ ഓഫ് ആംഫിപതിക് ലിപ്പിഡ്സും ഉണ്ട്. ആംഫിപതിക് എന്ന് പറഞ്ഞാൽ എന്താ, ഹാവിങ് ബോത്ത് ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പാർട്സ്. ഇനി നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡ് കോർ കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു ട്രൈ അസൈൽ ഗ്ലിസറോൾ ഉണ്ടായിരിക്കും, കൊളസ്ട്രോൾ എസ്റ്റർ ഉണ്ട്, അതുപോലെ അതിനെ സറൗണ്ട് ചെയ്തിട്ട് സിംഗിൾ സർഫസ് ലെയർ ഓഫ് ആംഫിപതിക് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കോറിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ കോറിൽ കണ്ടില്ലേ, ഇവിടെ സെൻറ്റർ പോർഷനിലായിട്ട് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ട്രൈ ഗ്ലിസറൈഡ്സ് ഉണ്ട് സെൻട്രൽ പോർഷനിൽ. ഓക്കെ, ദെൻ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, പിന്നെ ഫ്രീ കൊളസ്ട്രോൾ ഉണ്ട്. ഇനി പ്രോട്ടീൻ മോയിറ്റി ഓഫ് ലിപ്പോപ്രോട്ടീനെയാണ് നമ്മൾ അപ്പോലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ അപ്പോപ്രോട്ടീൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള അപ്പോപ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ പെരിഫറൽ ആയിട്ടുള്ള അപ്പോപ്രോട്ടീനും ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻറ്റർ പോർഷനിലായിട്ട് ട്രൈ ഗ്ലിസറൈഡ് ഉണ്ട്, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ഫ്രീ കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ഇൻറ്റഗ്രൽ അപ്പോപ്രോട്ടീൻസും ഉണ്ട്, പെരിഫറൽ ആയിട്ടുള്ള അപ്പോപ്രോട്ടീൻസും ഉണ്ട്. ഇനി ഇതിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ബേസിസിലാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് ലിപ്പോപ്രോട്ടീൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ദേ ഹാവ് ഡെൻസിറ്റി റേഞ്ച് ബിറ്റ്വീൻ 1.063 ആൻഡ് 1.121 gram per milliliter ആൻഡ് ദ സൈസ് ബിറ്റ്വീൻ 5 and 12 നാനോമീറ്റർ. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് 33% പ്രോട്ടീൻ, 29% ഫോസ്ഫോലിപ്പിഡ് ആൻഡ് 8% ട്രൈ അസൈൽ ഗ്ലിസറോൾ. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അത് കളക്ട് ചെയ്യുന്നു ഫാറ്റ് മോളിക്യൂൾ, അതായത് ഫോസ്ഫോലിപ്പിഡിനെ, കൊളസ്ട്രോളിനെ, ട്രൈ ഗ്ലിസറൈഡിനെ ഇൻ ദ സെൽസ് ഓഫ് ദ ബോഡി ആൻഡ് ദെൻ ട്രാൻസ്പോർട്ട് ഇറ്റ് ഇൻ ടു ലിവർ ടു ബ്രേക്ക് ഡൗൺ. Then high density lipoprotein, sometimes known as the good cholesterol, because high concentration of this high density lipoprotein correspond to healthier blood vessel and lower risk of atherosclerosis. Okay, ആ ഒരു അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഡിസീസിൻ്റെ റിസ്ക് ഇവിടെ കുറവായിരിക്കും ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള പേഴ്സണിൽ. അതെന്താണ്, ഗുഡ് കൊളസ്ട്രോൾ ആണ്. ദെൻ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇത് ഇൻ ബിറ്റ്വീൻ 1.019 ആൻഡ് 1.063 gram per milliliter ആണ്. അതുപോലെ അതിൻ്റെ റേഞ്ച് ഡയമീറ്ററിൽ ഏകദേശം ഒരു 8 into 28 നാനോമീറ്റർ ആണ്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത് അപ്രോക്സിമേറ്റ്ലി 25% പ്രോട്ടീൻ, 21% ഫോസ്ഫോലിപ്പിഡ് ആൻഡ് 4% ട്രൈ അസൈൽ ഗ്ലിസറോൾ. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റ് മോളിക്യൂൾസ് സച്ച് ആസ് ഫോസ്ഫോലിപ്പിഡ്, cholesterol and triacyl glyceride around the body. Okay,
അതായത് ലിപ്പോപ്രോട്ടീനാണ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ട് അതിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സോഴ്സ് ഓഫ് എനർജി ആവുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ലിപ്പോപ്രോട്ടീൻസാണ്. ദെൻ ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനെ വിളിക്കുന്ന ഒരു പേരാണ് ബാഡ് കൊളസ്ട്രോൾ. Because elevated concentration of low density lipoprotein are indicator of disease such as atherosclerosis and other cardiac disease. അതായത് ഒരു പേഴ്സണിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂടുതലായിട്ട് കാണുന്നെങ്കിൽ അത് അതെറോസ്ക്ലിറോസിൻ്റെയും അതുപോലെ അനദർ കാർഡിയാക് ഡിസീസിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സബ് ടൈപ്സ് ആണ് ലാർജ് ബോയൻറ്റ് low density lipoprotein and small dense low density lipoprotein. മൂന്നാമത്തെ ടൈപ്പാണ് intermediate density lipoprotein. Its density is between 1.006 and 1.019 gram per milliliter and ranges in diameter from 25 to 50 nanometer. ഒരു healthy individual, it's composed of 31% triacyl glycerol, 22% phospholipid and 18% protein. This type of lipoprotein is not usually present in blood when fasting. During fasting നമ്മൾ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന അങ്ങനത്തെ ഒരു ടൈമിലൊന്നും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവില്ല. ഇനി നാലാമത്തെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ദ ഡെൻസിറ്റി ഇസ് ബിറ്റ്വീൻ 0.950 ആൻഡ് 1.006 gram per milliliter ആൻഡ് റേഞ്ചസ് ഇൻ ഡയമീറ്റർ ഫ്രം 30 to 80 നാനോമീറ്റർ. ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 50% triacyl glycerol, 18% phospholipid and 10% protein. It's responsible for transportation of synthesized triglyceride from liver to adipose tissue for storage. അതായത് ലിവറിൽ നിന്ന് അഡിപ്പോസ് ടിഷ്യൂയിലോട്ട് സിന്തസൈസ് ചെയ്തിട്ടുള്ള ട്രൈഗ്ലിസറൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ഫോർ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ ചൈലോമൈക്രോൺസ്. Its density is less than 0.95 gram per milliliter and ranges in diameter from 100 to 1000 nanometer. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 84% triacyl glycerol, 7% phospholipid and less than 2% protein. They are responsible for the transport of triglyceride in the gastrointestinal tract to other parts of the body such as liver, skeletal tissue and adipose tissue. അതായത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ നിന്ന് ട്രൈഗ്ലിസറൈഡിനെ എന്ത് ചെയ്യുന്നു, ലിവറിലോട്ടും സ്കെലിറ്റൽ ടിഷ്യൂലോട്ടും അഡിപ്പോസ് ടിഷ്യൂലോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ചൈലോമൈക്രോൺസ്. അതായത് ടോട്ടലി ലിപ്പോപ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് കണ്ടൻറ്റിനെ അനദർ പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, സർക്കുലേഷൻ സിസ്റ്റത്തിലോട്ട്, പിന്നെ ബ്ലഡിലൂടെ, അതുപോലെ എന്ത് ചെയ്യുന്നു അഡിപ്പോസ് ടിഷ്യൂലോട്ട്, അങ്ങനെ എല്ലാ ഭാഗത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്റ്റോറേജും ഈ പറയുന്ന ലിപ്പിഡ് കണ്ടൻറ്റ് പിന്നീട് സോഴ്സ് ഓഫ് എനർജി ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു. ഇനി ആദ്യം നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ആയിരുന്നു. ബേസ്ഡ് ഓൺ ഡെൻസിറ്റിയിൽ നമ്മൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ചൈലോമൈക്രോൺസ്. അടുത്ത ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. They are classified into alpha, beta, pre-beta and broad beta lipoproteins. The lipoprotein with minimum protein content move faster and with a higher protein content move slower. Okay, നമുക്കറിയാം ലിപ്പോപ്രോട്ടീനിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവാണെങ്കിൽ അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇനി ആൽഫ ലിപ്പോപ്രോട്ടീനിൽ ഹയസ്റ്റ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ഒക്കെ ആൽഫ ലിപ്പോപ്രോട്ടീൻസ് ആണ്. അതുപോലെ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് എല്ലാം ബീറ്റ ലിപ്പോപ്രോട്ടീൻസ് ആണ്. അതുപോലെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ഒക്കെ പ്രീ ബീറ്റ ലിപ്പോപ്രോട്ടീൻസ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ബ്രോഡ് ബീറ്റ ലിപ്പോപ്രോട്ടീൻസ് ആണ്. ഓക്കെ, ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, പ്രീ ബീറ്റ ഉണ്ട്, ബ്രോഡ് ബീറ്റ ഉണ്ട് ലിപ്പോപ്രോട്ടീൻസ് ആയിട്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ. അതിൽ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആൽഫ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ബീറ്റ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ പ്രീ ബീറ്റ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആർ ബ്രോഡ് ബീറ്റ ലിപ്പോപ്രോട്ടീൻസ്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ബേസ്ഡ് ഓൺ അപ്പോലിപ്പോപ്രോട്ടീൻ കണ്ടൻറ്റ്. ഓക്കെ,
അപ്പോലിപ്പോപ്രോട്ടീൻ ബൈൻഡ് ടു സർഫസ് ഓഫ് ലിപ്പോപ്രോട്ടീൻ. ലിപ്പോപ്രോട്ടീൻ്റെ സർഫസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോലിപ്പോപ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഒരുമിച്ച് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു പ്ലാസ്മ മെംബ്രെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീൻ. ദെൻ ലിപ്പോപ്രോട്ടീൻസ് ആർ ഡയറക്റ്റഡ് ടു മെറ്റബോളിക് സൈറ്റ്. ഓക്കെ, അതായത് മെറ്റബോളിക് സൈറ്റിലോട്ട് ലിപ്പോപ്രോട്ടീനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ലിപ്പോപ്രോട്ടീൻ വന്ന് അതിൽ ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ലിപ്പോപ്രോട്ടീനും കൂടെ പ്ലാസ്മ മെംബ്രെയിനിൽ എത്തുന്നു. അതിനുശേഷം അവിടുന്ന് എൻസൈം, പ്രോട്ടീൻ ഇതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഡയറക്റ്റഡ് ടു മെറ്റബോളിക് സൈറ്റ്. അപ്പോലിപ്പോപ്രോട്ടീൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് A, B, C ആൻഡ് E ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൺസിസ്റ്റ് ചെയ്യുന്നത് അപ്പോലിപ്പോപ്രോട്ടീൻ എയും, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിലും വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിലുള്ളത് അപ്പോലിപ്പോപ്രോട്ടീൻ B ആണ്. ചൈലോമൈക്രോൺ കൺസിസ്റ്റ് ചെയ്യുന്നത് ട്രങ്കേറ്റഡ് ഫോം ഓഫ് അപ്പോലിപ്പോപ്രോട്ടീൻ B ആണ്. ഇനി അപ്പോലിപ്പോപ്രോട്ടീൻ C കാണുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിലുണ്ട്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിലുണ്ട്, ചൈലോമൈക്രോൺസിൽ എന്തുണ്ട്? അപ്പോലിപ്പോപ്രോട്ടീൻ C ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ബേസ്ഡ് ഓൺ ഡെൻസിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ബേസ്ഡ് ഓൺ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി പറഞ്ഞു, ദെൻ ബേസ്ഡ് ഓൺ അപ്പോലിപ്പോപ്രോട്ടീൻ കണ്ടൻറ്റ് പറഞ്ഞു. അടുത്തതാണ് മെറ്റബോളിസം ഓഫ് ലിപ്പോപ്രോട്ടീൻ. എക്സോജനസ് പാത്വേ ഉണ്ട്, അതുപോലെ തന്നെ എൻഡോജനസ് പാത്വേയും ഉണ്ട്. എക്സോജനസ് പാത്വേയിൽ ഡയറ്ററി ലിപ്പോപ്രോട്ടീൻസ് ആണ്. ഇത് കണ്ടെയ്ൻ ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സ്, കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് ആണ്. ഓക്കെ, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻസ്. ആദ്യം ഈ ട്രൈഗ്ലിസറൈഡ് ഡൈജസ്റ്റ് ചെയ്യുന്നു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ വെച്ചിട്ട്. എന്നിട്ട് അവിടെ എന്തൊക്കെ ഫോം ചെയ്യും? ട്രൈഗ്ലിസറൈഡിൽ നിന്ന് മോണോഗ്ലിസറൈഡും ഫ്രീ ഫാറ്റി ആസിഡ്സും ബൈ ദി പ്രോസസ് സച്ച് ആസ് ഗ്യാസ്ട്രിക് ലിപ്പേസ്, ബൈ ഡിമൽസിഫിക്കേഷൻ, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഓക്കെ, ആദ്യം ട്രൈഗ്ലിസറൈഡിൽ നിന്ന് മോണോഗ്ലിസറൈഡ്സും ഉണ്ടായി, അതുപോലെ ഫ്രീ ഫാറ്റി ആസിഡ്സും. ഇനി കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഡൈജസ്റ്റഡ് ടു ഫോം ഫ്രീ കൊളസ്ട്രോൾ ബൈ ഡി എസ്റ്ററിഫിക്കേഷൻ. ഇപ്പോൾ അവിടെ ഫ്രീ കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ മോണോഗ്ലിസറൈഡ്സ് ഉണ്ട്, ഫ്രീ ഫാറ്റി ആസിഡ്സും ഉണ്ട്. ഈ മോണോഗ്ലിസറൈഡും ഫ്രീ ഫാറ്റി ആസിഡ്സും ഫ്രീ കൊളസ്ട്രോളും അബ്സോർബ്ഡ് ഇൻ ടു എൻട്രോസൈറ്റിലോട്ട് ഫ്രം കൈമസ് ആണ്, ഡ്യൂ ടു ദെയർ സ്മോളർ സൈസ്. എൻട്രോസൈറ്റിലാണ് ഇപ്പോൾ ഇവരൊക്കെ ഉള്ളത്. എൻട്രോസൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ മോണോഗ്ലിസറൈഡും ഫ്രീ ഫാറ്റി ആസിഡ്സും അസംബിൾഡ് ഇൻ ടു ട്രൈഗ്ലിസറൈഡ്സ്. ഓക്കെ, വീണ്ടും അവരെന്ത് ചെയ്യുന്നു? എൻട്രോസൈറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അസംബിൾ ചെയ്തിട്ട് അവർ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് മാറുന്നു. ആ ട്രൈഗ്ലിസറൈഡ് ദെൻ കമ്പൈൻഡ് വിത്ത് അവിടെയുള്ള ഫ്രീ കൊളസ്ട്രോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ദേ ഫോം ലാർജ് ചൈലോമൈക്രോൺ ലിപ്പോപ്രോട്ടീൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഓക്കെ, അപ്പോൾ ഒരു ചൈലോമൈക്രോൺ ലിപ്പോപ്രോട്ടീനിൽ എന്തൊക്കെയാണുള്ളത്? ട്രൈഗ്ലിസറൈഡ്സ് ആൻഡ് ഫ്രീ കൊളസ്ട്രോൾ. ഓക്കെ, ട്രൈഗ്ലിസറൈഡ് ഇവിടുന്ന് വന്നു, മോണോഗ്ലിസറൈഡും അതുപോലെ ഫ്രീ ഫാറ്റി ആസിഡ്സും എൻട്രോസൈറ്റിലെത്തിയപ്പോൾ വീണ്ടും അവർ കമ്പൈൻ ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്തു. ആ ട്രൈഗ്ലിസറൈഡ് അവിടെയുള്ള ആ കൊളസ്ട്രോൾ എസ്റ്റേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഫ്രീ കൊളസ്ട്രോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ലാർജ് ചൈലോമൈക്രോൺ ലിപ്പോപ്രോട്ടീൻ ആയിട്ട് മാറി. ആ ചൈലോമൈക്രോൺ ദെൻ സർക്കുലേറ്റ് ത്രൂ ലിംഫാറ്റിക് വെസൽസ് ടു ബ്ലഡ് സ്ട്രീം. അപ്പോൾ ആ ചൈലോമൈക്രോൺ എന്ത് ചെയ്തു? ലിംഫാറ്റിക് വെസലിലൂടെ ബ്ലഡ് സ്ട്രീമിലോട്ടെത്തി. സോ the chylomicron are responsible for the transport of dietary triglyceride and cholesterol from enterocyte into circulation system. ഓക്കെ, അവർ ലിംഫാറ്റിക് വെസലിലൂടെ പോയി ബ്ലഡ് സ്ട്രീമിലും എത്തി. അപ്പോൾ നമുക്ക് പറയാം ഈ ചൈലോമൈക്രോൺ ആണ് ശരിക്ക് ഡയറ്ററി ട്രൈഗ്ലിസറൈഡിനെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടിനെ ഫ്രം എൻട്രോസൈറ്റ് ഇൻ ടു സർക്കുലേഷൻ സിസ്റ്റത്തിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അഡിപ്പോസ് ആൻഡ് മസിൽ ടിഷ്യൂവിൽ മെജോറിറ്റി ഓഫ് ദ ട്രൈഗ്ലിസറൈഡ് ഇൻ ചൈലോമൈക്രോൺ, അതായത് ചൈലോമൈക്രോണ് അഡിപ്പോസ് ആൻഡ് മസിൽ ടിഷ്യൂവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ട്രൈഗ്ലിസറൈഡ് ഉണ്ടല്ലോ ചൈലോമൈക്രോണിലുള്ളത്, they are converted into fatty acid അതുപോലെ ഗ്ലിസറോളിലോട്ട് ടു പ്രൊവൈഡ് സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, അഡിപ്പോസ് ടിഷ്യൂ അതുപോലെ മസിൽ ടിഷ്യൂയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചൈലോമൈക്രോണിലുള്ള ട്രൈഗ്ലിസറൈഡ് വീണ്ടും എന്തായിട്ട് മാറുന്നു? ഫാറ്റി ആസിഡ് ആയിട്ട് മാറുന്നു, ഗ്ലിസറോളായിട്ട് മാറുന്നു. ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് വീണ്ടും അല്ല, അവർ ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു പ്രൊവൈഡ് സോഴ്സ് ഓഫ് എനർജി.
ഓക്കെ, അപ്പോൾ ഒരു ഡയറ്ററി ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ട്രൈഗ്ലിസറൈഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ വെച്ചിട്ട് അവർ ഡൈജഷൻ നടന്നിട്ട് മോണോഗ്ലിസറൈഡ്സ് ആൻഡ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഫ്രീ കൊളസ്ട്രോൾ ആയിട്ടും മാറുന്നു. ആ മോണോഗ്ലിസറൈഡും ഫ്രീ ഫാറ്റി ആസിഡ്സും എൻഡ്രോസൈറ്റിലെത്തിയിട്ട് വീണ്ടും അവർ കമ്പൈൻ ചെയ്യുന്നു, അസംബിൾ ചെയ്ത് ട്രൈഗ്ലിസറൈഡായി. ആ ട്രൈഗ്ലിസറൈഡ് എന്ത് ചെയ്യുന്നു, ആ കൊളസ്ട്രോളുമായിട്ട് ചേർന്നിട്ട് ചൈലോമൈക്രോൺ ലിപ്പോപ്രോട്ടീൻ ആയിട്ട് മാറുന്നു. ഈ ചൈലോമൈക്രോൺ എന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു ലിംഫാറ്റിക് വെസലിലൂടെ ബ്ലഡ് സ്ട്രീമിലോട്ട്. അപ്പോൾ ഈ ഡയറ്ററി ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോള് അതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് മൈക്രോൺ ആണ് ഫ്രം എൻഡ്രോസൈറ്റ് ഇൻ ടു സർക്കുലേഷൻ സിസ്റ്റത്തിലോട്ട്. അഡിപ്പോസിലും മസിൽ ടിഷ്യൂവിലുള്ള മസിൽ ടിഷ്യൂവിലൊക്കെ മെജോറിറ്റി ഓഫ് ദ ട്രൈഗ്ലിസറൈഡ് ഉണ്ടല്ലോ ചൈലോമൈക്രോണിലുള്ളത്, അതായത് ചൈലോമൈക്രോണിലുള്ള മെജോറിറ്റി ഓഫ് ദ ട്രൈഗ്ലിസറൈഡ് ഇൻ അഡിപ്പോസ് ആൻഡ് മസിൽ ടിഷ്യൂ ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ദെൻ ദേ ആക്ട് ആസ് ദി സോഴ്സ് ഓഫ് എനർജി. രണ്ടാമത്തേതാണ് എൻഡോജനസ് പാത്വേ, ഹെപ്പാറ്റിക് ലിപ്പോപ്രോട്ടീൻ. ദ ലിപ്പോപ്രോട്ടീൻ ക്യാൻ ഓൾസോ ബി സിന്തസൈസ്ഡ് ഫ്രം ദ ലിവർ കോൾഡ് ഹെപ്പാറ്റിക് ലിപ്പോപ്രോട്ടീൻ. അപ്പോലിപ്പോപ്രോട്ടീൻ B100 ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സിന്തസിസ് ഓഫ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഇൻ ലിവർ. വെൻ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ പാർട്ടിക്കിൾസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം, അവരെന്ത് ചെയ്യുന്നു, എൻകൗണ്ടർ ചെയ്യുന്നു ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുമായിട്ട്. അങ്ങനെ അവർ ഡൊണേറ്റ് ചെയ്യുന്നു അപ്പോലിപ്പോപ്രോട്ടീൻ C11 ആൻഡ് E2 വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ പിന്നീട് സർക്കുലേറ്റ് ചെയ്യുന്നു ബ്ലഡ് സ്ട്രീമിൽ. ദെൻ അവർ പെരിഫറൽ അഡിപ്പോസ് ആൻഡ് മസിൽ ടിഷ്യൂവിലോട്ട് എത്തുന്നു ബോഡിയിലുള്ള. ബൈ ഹൈഡ്രോളിസിസ് വഴി ട്രൈഗ്ലിസറൈഡ്സ് റിലീസ് ചെയ്യുന്നു ഫ്രീ ഫാറ്റി ആസിഡ്സിനെയും അതുപോലെ ഗ്ലിസറോളിനെയും. അങ്ങനെ ഒരു എനർജി സോഴ്സായിട്ട് അവർ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിപ്പോപ്രോട്ടീൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഓൾ ഓവർ ദ ബോഡി നടക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, സ്റ്റോറേജിന് വേണ്ടിയിട്ടും സോഴ്സ് ഓഫ് എനർജി ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു. അതിൻ്റെ മെറ്റബോളിസമാണ് പറഞ്ഞത്. എക്സോജനസ് പാത്വേ പറഞ്ഞു, പിന്നെ എൻഡോജനസ് ആയിട്ടുള്ള പാത്വേ പറഞ്ഞു. എൻഡോജനസ് പാത്വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെപ്പാറ്റിക് ലിപ്പോപ്രോട്ടീൻസ് ആണ്. ദേ ആർ സിന്തസൈസ്ഡ് ഫ്രം ലിവർ. ഓക്കെ, അതിൽ പ്രോട്ടീൻസ് B100 ഉണ്ട്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സിന്തസിസ് ഓഫ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഇൻ ദ ലിവറിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോലിപ്പോപ്രോട്ടീൻ B100 ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്തസിസ് ഓഫ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഇൻ ലിവർ. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, അവർ പിന്നീട് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നു. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ കേസാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് കൊളസ്ട്രോൾ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ബ്ലഡ് സ്ട്രീമിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു അണ്ടിൽ ദേ ഗെറ്റ് അബ്സോർബ്ഡ് ബൈ ലിവർ. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ബ്ലഡ് സ്ട്രീമിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അണ്ടിൽ ദേ അബ്സോർബ്ഡ് ബൈ ലിവർ. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ക്യാൻ അബ്സോർബ്ഡ് ബൈ endocytosis and hydrolyzed into lipids such as cholesterol. ഓക്കെ, ദെൻ ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.